ഞാൻ ഒരു രാഷ്ട്രീയ ഉദാഹരണം പറയട്ടെ. കൊടുക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ആൾ 10-27 വർഷമായി എം പി ആയിരിക്കുന്നു. കൊടുക്കുന്നിൽ സുരേഷ് SC/ST സംവരണ മണ്ഡലത്തിൽ നിന്ന് MP ആയിരിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചയിൽ കേട്ടതാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു ഇലക്ഷൻ വർക്കുമായി പോയപ്പോൾ കേട്ടതാണ്, കൊടുക്കുന്നിൽ ഇനിയെങ്കിലും നിയമസഭയിലേക്ക് മത്സരിച്ചുകൂടെ. അടുത്തിരുന്ന കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ മറുപടി, അതിനി സംവരണ മണ്ഡലം കുന്നത്തൂരല്ലേ ഉള്ളത്, RSPയുടെ സീറ്റല്ലേ. അതായത് കേന്ദ്രമന്ത്രിയായിരുന്ന കൊടുക്കുന്നിൽ സുരേഷിന് മത്സരിക്കണമെങ്കിൽ ഒരു ജനറൽ സീറ്റ് കൊടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുപോലെയാണ് K. എവിടെ ചെന്നാലും നല്ലൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ ജയിക്കാൻ സാധ്യതയുള്ള ആള് ദേവസ്വം ബോർഡ് മന്ത്രിയാകുമ്പോൾ ഞങ്ങളിതാ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കും. അത് എടുത്തുയർത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ചില ഉയർത്തേണ്ട സന്ദർഭങ്ങളുണ്ട്. കാരണം നെഗറ്റീവ് പറയാൻ ഇത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല കേട്ടോ, നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാതീയത കാണിക്കുന്നു എങ്കിൽ പോസിറ്റീവ് പറയാൻ ജാതി ഉയർത്തണം. അപ്പൊ നമ്മളൊക്കെ ആ വേദിയിൽ വന്നിട്ട് ആരും ഉയർത്തി കാണിക്കുന്നത് നമ്മൾ കണ്ടില്ല. സത്യത്തിൽ അവിടെയാണ് ഹിന്ദുവിന്റെ പരാജയം. കാരണം RV രാമകൃഷ്ണന്റെ വിഷയം വന്നപ്പോൾ കൊട്ടിഘോഷിച്ച മാധ്യമങ്ങൾ എന്തുകൊണ്ട് ചണ്ടാളബാബ എന്ന് പറയുന്ന ഇവര് പറയുന്ന ദലിതൻ ഒരു സന്യാസിമാരുടെ ശങ്കരാചാര്യ മൂപ്പിൽസ്വാമി മഠത്തിലെ ഭൂതിയുടെ അടുത്ത് പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ നായരും പ്രമാണിമാരുമായിട്ടുള്ള സന്യാസിമാരുടെ ഇടയിൽ പോയിരുന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ചർച്ചയാകുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ ചർച്ചയാകുന്നില്ല? ഒരു ദലിതനെ തല്ലിക്കൊന്നാൽ ചർച്ചയാകുന്നുണ്ടല്ലോ, തെറ്റന്നെയാണ്. പക്ഷെ അത് മാത്രം നോക്കി നിൽക്കുന്ന മാധ്യമങ്ങൾ കേരളത്തിൽ ഇത്തരത്തിൽ, കാരണം നാരായണ ഗുരുദേവൻ പോലും പ്രതിഷ്ഠിച്ചപ്പോൾ ഈഴവന ശിവനെയാണെന്ന് പറഞ്ഞ് പ്രതിഷ്ഠിച്ച് നമ്മളിവിടെ ചണ്ടാള ശിവനാണ് പ്രതിഷ്ഠിച്ച നേരത്ത് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അന്ന് സന്യാസം കൊടുത്തില്ല എന്നൊക്കെയാ പറഞ്ഞത്. ഇന്ന് സന്യാസം കിട്ടിയില്ലെങ്കിലും ആ മുഖ്യധാരാ സന്യാസിമാരുടെ, ഭാരതത്തിലെ മുഖ്യധാരാ സന്യാസിമാർക്കൊപ്പം സ്വന്തം സ്വത്വത്തോട് കൂടിയിട്ട്, അല്ലാണ്ട് വിവേകാനന്ദനാഥ് എന്ന് പറഞ്ഞിട്ടല്ല, സ്വത്വത്തോടു കൂടി തുറന്നു പറഞ്ഞ ഔദാര്യമായിട്ടുള്ള അവകാശം ചോദിച്ചു വാങ്ങുന്നത് നിങ്ങൾ കേട്ടതാണ്. എന്നിട്ട് അതിനെ ആരും നിഷേധിക്കുകയും ചെയ്തില്ല. കാരണം അവരും ആഗ്രഹിക്കുന്നു ഈ മാറ്റം. അതുകൊണ്ട് നമ്മുടെ നേട്ടമല്ല, ഒന്നിച്ച് ഒറ്റക്കെട്ടായ ചിന്തയാണ്. എന്നിട്ട് അവിടെ കയറിയിരിക്കുമ്പോൾ ഒരു മാധ്യമങ്ങൾക്കും ചർച്ച ചെയ്യണ്ട, ആക്ഷേപിക്കേണ്ട, ദലിതൻ എന്തെങ്കിലും ആക്കി അതിന് വേണ്ടി നമ്മുടെ മേത്ത് ആസിഡ് ഒഴിച്ചപ്പോൾ പ്രതികരിക്കേണ്ടാണ്, പ്രചരിപ്പിക്കണം ഒക്കെ ചെയ്തു. എന്തുകൊണ്ട്? അതേ ഒരു സ്നേഹം നമ്മുടെ ഇതിൽ കാണിക്കുന്നതാണ്. ഇത് നമ്മുടെ സഹനത്തിന്റെ അല്ലേ, നമ്മൾ അനുഭവിച്ച വേദനയ്ക്ക് കിട്ടിയതല്ലേ, നമ്മൾ അനുഭവിച്ച എന്താ പറയാ അവഗണനയ്ക്ക് കിട്ടിയതല്ലേ. നിങ്ങൾ ഈ പറയുന്ന നായർ സ്ത്രീ ആയതുകൊണ്ട്, ഈ പറഞ്ഞ ചെറുമന്റെ കൂടെ വന്നതുകൊണ്ട് മരിക്കുന്നത് വരെ ആരും ഇല്ലാതെ ജീവിച്ച സ്ത്രീയാണ്. അവർക്ക് കൊടുക്കുന്ന ആദരവല്ലേ ഏറ്റവും കൂടുതൽ ഞാനിത് സമർപ്പിക്കുന്നത് എൻ്റെ അമ്മയ്ക്കാണ്, അച്ഛനല്ല. കാരണം നായരായി പിറന്നിട്ടും ആ സ്ത്രീ അവസാനം മരിക്കുമ്പോൾ പോലും ഒരു മകനെ കാണാണ്ടാകേണ്ട ജയിലിൽ കിടന്നിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാമ്യാനാം കർമ്മണം ഞാൻ കരഞ്ഞു ശങ്കരനെ പോലെ. എന്തുകൊണ്ടാ അറിയോ? ഞാൻ അന്ന് പറഞ്ഞ ഡയലോഗ് ഇത്രയേ ഉള്ളൂ. എന്നോട് പോലീസുകാർ പറയുന്ന അമ്മ മരിച്ചു, ഒറ്റയടിക്ക് കൂടുതൽ ഇതൊന്നുമില്ല. ഞാൻ മിണ്ടാണ്ട് കാണണ്ടേ അമ്മയെ, എന്നെ കാണണ്ട. അപ്പം എന്തേ ഇവിടെ അവർ പെർമിഷൻ എടുത്താൽ വന്നു, എനിക്ക് കാണണ്ട. പിന്നീട് ഞാൻ അലമുറ ഇട്ട് കരയുമ്പോൾ അവർ പറഞ്ഞു കരയാതിരിക്കും, അങ്ങ് സ്വാമിയല്ലേ ചോദിച്ചു. അപ്പം തീർച്ചയായും. പക്ഷെ ഞാൻ കരുതുന്നതിനൊരു കാരണമുണ്ട്. ശങ്കരാചാര്യയുടെ അമ്മ മരിച്ചപ്പോൾ ശങ്കരൻ അടുത്തുണ്ടാക്കാൻ പറ്റി. ചണ്ടാളന്റെ അമ്മ മരിച്ചപ്പോൾ ചണ്ടാളൻ സെല്ലിന്റെ ഉള്ളിലാണ്. അതിന് കാരണം അയാൾ ശങ്കരനും ഞാൻ ചണ്ടാളനുമായതാണ്. മറക്കില്ല, ഞാൻ ഇത് ചെയ്തത് ഞാൻ മറക്കില്ല. ആ മറക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആ വേദിയിൽ ഇരുന്നിട്ടെങ്കിൽ ആരെന്ത് കുറ്റം പറഞ്ഞാലും ശരി, ഇതെന്റെ ധർമ്മസമരമാണ്. കാമ്യകർമ്മങ്ങൾ ഇല്ലെങ്കിലും കൃഷ്ണനെ പോലെ ഞാൻ മുന്നോട്ട് പോകുന്നത് ഈ സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരാണ്. കാരണം ഞാനൊരു ബ്രാഹ്മണനായിരുന്നെങ്കിൽ 14 ദിവസം ജയിലിൽ കിടക്കില്ല. കോഴി വെട്ടിയാലും ശരി. ഇവിടെ കൊലപാതകത്തിന് ശങ്കരാചാര്യ മഠത്തിന് സന്യാസിയെ കൊണ്ടുപോകുമ്പോൾ ഇവിടുത്തെ സംഘടനകൾ കയറിയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞു. പക്ഷെ ചണ്ടാളബാബ കടന്നപ്പോൾ ആർക്കൊന്നും തോന്നിയില്ല. കോഴിയിറച്ചി തിന്നാൻ ഇവിടെ എന്ത് ബുദ്ധിമുട്ടാണ് സ്വാമി, കള്ളു കുടിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്. കള്ളു കുടിക്കാനും കോഴും ഒരു ഹൈന്ദവ സംഘടനകളും സഹായിക്കാൻ ആരുമില്ല. വന്നവർ എന്നെ ചൂഷണം ചെയ്തു. വന്നവർ ആരുടെയും പേര് പറയില്ല. മുഖ്യധാരാ സംഘടനകൾ വന്നിട്ടില്ല. അല്ലാതെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയൊരു സമരമായിരുന്നു. ആചാര സംരക്ഷണം, സ്വത്വവാദം ഒക്കെ അതിലുണ്ട്. സാമൂഹികമായിട്ടുള്ള ഭക്ഷണത്തിലുള്ള ഈ ഹലാൽ മാംസം പറ്റുമെന്ന് പറയുന്നവർ, വിശുദ്ധ മാംസം പറ്റുമെന്ന് പറയുന്നവർ, ഹിന്ദുക്കൾ അത് കഴിക്കേണ്ടി വരിക. അപ്പോൾ അത് വിശ്വാസപരമായിട്ട് ചില കടന്നുകയറ്റങ്ങൾ അതിലുണ്ട്. അത് ഈ പറയുന്ന മതേതരത്വം പറയുന്ന ഭരണകക്ഷിയായിരിക്കുന്ന ആളുകൾ പോലും അതിന് സപ്പോർട്ട് ചെയ്യുക. ഗോമാംസം കഴിക്കാതിരിക്കും, എൻ്റെ വിഷയമല്ല അത്. പശുമാംസം നിരോധിക്കുന്ന സമയത്ത് ഇവിടെ ഒരു നിരോധനം ഇല്ലെങ്കിൽ ഇവിടെ പശുവിനിട്ട് വെട്ടുന്ന ആളുകൾ, ഇവരാർക്കും ഇതിന് കുഴപ്പമില്ല. അതിന് എറണാകുളത്തെ മറ്റേ പള്ളിയിൽ ചർച്ചിൽ പോയിട്ട് ഇവിടുത്തെ ഹൈബീഡനും അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കന്മാരൊക്കെ പോയിട്ട് ആ കോഴിയിറച്ചി സദ്യയിൽ കൂടുന്നു. അവിടെ കോഴി അർത്ഥത്തിന് ഇതിനെ ഉമ്മച്ചിട്ടല്ല, എടപ്പള്ളിയിൽ. പക്ഷെ ഇത് ഇവിടെ ഇല്ല. ഇത് പറയാൻ സന്യാസിമാരുമില്ല. ചണ്ടാളബാബ, ചിലർക്ക് തോന്നുന്നുണ്ട് ചണ്ടാളബാബ എന്തോ ഓരോന്നായല്ലോ എന്നുള്ളത്. ചണ്ടാളബാബ അനുഭവിച്ചതിന്റെ കണക്കെടുക്കണം എല്ലാവരും. നാളിതുവരെ ഹിന്ദുവിലെ ഏതെങ്കിലും നാരായണ ഗുരുവിനാരല്ലോ ആസിഡ് എറിഞ്ഞോ, ആരുടെ മേത്ത് നോവിച്ചോ? എന്റെ മേത്ത് കാണുന്ന പാടുകൾ മുഴുവൻ എനിക്ക് കിട്ടിയതാ. ഇവിടെ ഏത് ആചാര്യനും ഈ കാലഘട്ടത്തിൽ അവിടെയാണ്. ഈ കാലഘട്ടത്തിൽ വേറെ ആരുണ്ട്? അവരുടെ മുന്നിൽ കറുപ്പെടുക്കുന്ന, ഞാൻ ഇപ്പോഴത്തെ നമ്മളെ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ വിജിത് തമ്പി സാറൊക്കെ ഉള്ള വേദിയിൽ ഞാൻ പറയണ്ടായി, ആത്മീയവാദിയാണ് ഞാൻ, എന്നാൽ ഇതെന്റെ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം ദളിത് രാഷ്ട്രീയമല്ല. ഒരു കാവ്യ പുതപ്പിക്കുമ്പോൾ എനിക്ക് രാഷ്ട്രീയമുണ്ട്, അത് ശരിയല്ല.
കാവിയും വെള്ളയും ചുവപ്പും നീലയും ഒക്കെ ഇവിടെ വേണം. അതാണ് ഭാരതത്തിന്റെ പ്രത്യേകത. എന്നും എക്കാലത്ത് അവിടെ ഏതെങ്കിലും കാവ്യ ഉടുത്തവന്മാർ മാത്രം, അല്ലെങ്കിൽ ശങ്കര പരമ്പര മാത്രമാണ് ഉത്കൃഷ്ടം എന്ന് പറയുന്നത് ഞാൻ പറയണേ. ഭഗവാൻ ഭാഷ്യകാരൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. മൂപ്പിൽ സ്വാമി മഠത്തിലെ സന്യാസി ഒരു നമ്പൂരിയുടെ മകനാണ്. ഓക്കെ, നമ്മളെ നാരായണഗുരുവിന്റെ മഠത്തിലെ ഒരു സന്യാസി ചിലപ്പോൾ 1000 7 ആയിരിക്കും. ശുഭാനന്ദ ആശ്രമത്തിലും തന്നെ വല്ല പോലെയോ പറഞ്ഞ 1000 അങ്ങനെ ഓരോ ആശ്രമത്തിലും. അപ്പൊ ഇവരൊക്കെ ഒരു പരമ്പരയിലെ കണ്ണികളാ. പിന്നെന്താ ശങ്കരാചാര്യ മഠത്തിലെ സ്വാമി വരുമ്പോ ശൃംഗേരി മഠത്ത് വന്നാലും പുരിന്ന് വന്നാലും അവന് മാത്രമേ പ്രത്യേകത. ഇനി അമൃതാനന്ദമയിയുടെ മഠത്തുനിന്ന് വരുമ്പോൾ എന്താ പ്രത്യേകത? ആളുണ്ടെങ്കിൽ അതിന് പ്രത്യേകത, കാശുണ്ട്, അതിന് ഞാൻ വിരോധമല്ല. അല്ലെങ്കിൽ എന്ത് പ്രത്യേകത? ചണ്ടാളം അവിടെ ആളുമില്ല, പണമില്ല, എനിക്ക് പ്രത്യേകത വേണ്ട എന്നാണോ? ഇവിടെ ഉള്ളതാ അസ്പൃശ്യത. പുറത്തുള്ളതിനേക്കാൾ അകത്തുണ്ടത് മാറ്റേണ്ട. അപ്പൊ ഇത് ബാബാജി കുത്തിരിപ്പുണ്ടാക്കണം അല്ല. ഇത് മാറണമെങ്കിൽ ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ പരസ്പരം ചർച്ച ചെയ്യപ്പെടേണ്ട. അതിൽ ഇത്രയെങ്കിലും ആയില്ലേ? ബ്രഹ്മത്തെ അറിഞ്ഞു എന്ന് പറയുന്ന സന്യാസിമാർ തന്നെ ഇങ്ങനെ ഇഷ്ടം പോലെ ബ്രഹ്മത്തെ അറിഞ്ഞോ എന്നൊക്കെ ഒരു ചോദ്യം. ബ്രഹ്മത്തെ അറിഞ്ഞാൽ ഭേദബുദ്ധി ഉണ്ടാവില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ കോഴിയും ചിക്കനും മട്ടനും ഒന്നൊരു വിഷയം ഉണ്ടല്ലോ. നീ ഇറച്ചി നടാ, നീ മീൻ തിന്നടാ, നീ ചർമ്മനാടാ, നീ പാണനാടാ, നായരാടാ, നമ്പൂരിയാടാ, മാപ്പിളയാടാ, ഇതൊന്നും ഉണ്ടാവില്ല. അനീതിക്കെതിരെ സംസാരിക്കും. അനീതി എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞ പരോപദ്രവം ചെയ്യുകയാണെങ്കിൽ, തീവ്രവാദത്തിന്റെ മേൽ പരോപദ്രവം, ഹിന്ദു ചെയ്താലും മാപ്പിള ചെയ്താലും ആര് ചെയ്താലും പ്രതികരിക്കും. എന്താണ്? അത് ശരിയല്ല. ലോകത്തിന് വേണ്ടത് സമാധാനമാണ്.